എന്റെ അമ്മേ. അവിടെ നിന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും ഞാൻ. അമ്പടാ, ഇതെന്താ പുഷ്പകവുമാനോ? ആകാശത്ത് ഇറങ്ങണില്ലല്ലോ. വാ 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 വാ, ഇത് ഞാനാ വിളിക്കണ. എന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അയ്യേ, നല്ല കാലം ചാണകമാണല്ലോ. ഒന്നുകിൽ നീയേ അല്ലെങ്കിൽ ഞാന്. ഒന്ന് നോക്കി നടന്നൂടോ. ഏത് പ്രാന്താശുപത്രി ഓടി വന്നെ? മുഖത്ത് കണ്ണിലിടോ എനിക്ക്. സമയമില്ലല്ലോ. എന്തൊരു സ്പീഡാ പോ. ഒളിമ്പിക്സ് കോഴി വണ്ടി ഇപ്പൊ വന്ന് പോയിട്ടുണ്ടാവും. എവിടുന്ന്? ഇന്ത്യൻ വണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ട. അയ്യോ, മുണ്ടിൽ മുഴുവൻ ചളിയായല്ലോ. അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാ. അയ്യോ, അതിനൊന്നും ഇനി നേരമില്ല. എന്നാൽ അങ്ങനെ തന്നെ. ഭാനുവെടുത്തേ ഇതാ കോഴി എത്തിക്കഴിഞ്ഞു. കൊല്ലണതാരാ? ഓ, അത് ശരിയാണല്ലോ. ഞാനാണല്ലോ സ്ഥിരം കൊലപാതകി. ആ കത്തെടുക്കൂ. അമ്മേ, അച്ഛൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ കോഴിയും കൊടുത്തേ. ഓ, ഇത് പിടിക്കൂ. ഒന്നും ചെയ്യില്ല, പിടിച്ചോളൂ. അച്ചോട്ടിങ് വാ. ഓ മോളെ, എന്റെ കൈ വിട്. എന്റെ മുണ്ട് മതി. മുണ്ടൊന്നും വേണ്ട. മുണ്ടില്ലാതെ ഇപ്പൊ തന്നെ നേരം എത്രയാ? നേരൊക്കെ എത്രയെങ്കിലും ആയിക്കോട്ടെ. സാധാരണ അതൊക്കെ പതിവാ. ഓ രാഘവേട്ടനാ, ഇന്നെന്താണോ വണ്ടി സമയത്തെത്തി? ഏതായാലും സ്റ്റേഷനിൽ പോകാതെ കഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആരും കാണാൻ അച്ഛൻ എന്തുമാത്രം സങ്കടപ്പെട്ടു. ഓ പിന്നെ മൂപ്പർക്ക് എന്താ സ്വന്തം വീട്ടിൽ വഴിയറിയില്ലേ? ആ, അത് ഇങ്ങോട്ട് വിട്ടു തന്നാ മതി. രാഘവേട്ടൻ പോട്ട് വിശ്രമിക്കും. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിച്ചോളാം. നീ സൂക്ഷിക്കുന്ന കാര്യമല്ല, ഇതിനകത്ത് പൊട്ടുന്ന സാധനം ഉണ്ടത് പൊട്ടാതെ സൂക്ഷിക്കണം. ഓ, ഞാൻ സൂക്ഷിച്ചോളാം. ഒരു ദിവസം രാത്രി അത്തിപ്പെട്ടിന്ന് ഗുമ്മുടിപ്പുണ്ടിലേക്ക് വരിക. M2 ഡൗൺ. പാളം തെറ്റിക്കിടക്ക. ഞാനപ്പോ ഡ്യൂട്ടിയിലല്ല, വെറുതെ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാ. ഈ M2 ഡൗൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പറന്നാ വരുന്നതേ. സിഗ്നൽ നോക്കിയപ്പോ പച്ച. എന്റെ ഉള്ളൊന്ന് കത്തി. ഫാക്ടറി പണിയും കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല. ഷർട്ട് അങ്ങോട്ട് വലിച്ചു ഊരി തീപ്പെട്ടിക്കൊള്ളി ഒരച്ച് കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ്. ഓ, തീ കണ്ടപ്പോ ഡ്രൈവർക്ക് കാര്യം പിടികിട്ടി. അയാൾ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. ഇതുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. തമിഴ് പടത്തില്? ആ പച്ചവിളക്ക്. ശിവാജി ഗണേശൻ ഇതുപോലെ തന്നെ ഷർട്ട് കത്തിച്ച് വണ്ടി നിർത്തുന്നുണ്ട്. രാഘവേട്ട ആ പടം കണ്ടിട്ടുണ്ടല്ലേ? ഇത് പടത്തിലെ കാര്യമല്ല, ഞാനിത് ശരിക്കും ചെയ്ത. വെള്ളയപ്പോ? അപ്പോ അല്ല, അപ്പൻ. വെള്ളയപ്പൻ. ഓരോ പേരുകളെ. ഇത് വെള്ളിയപ്പൻ. പിന്നെ അപ്പനോ? ഇവങ്ങ പ്രദേശ്. ഇനി അപ്പന്മാരുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കെ. ഇനി അപ്പന്മാരല്ല, ചാമിമാരാ. ഇത് പളനിച്ചാമി, ഇത് മുനിച്ചാമി, ഇത് വീരാച്ചാമി. ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ കൂട്ടുകാരായിട്ടില്ലേ? എടീ, ഇതൊക്കെ അവിടെ ഒന്നാന്തരം പേരുകളാ. അയ്യേ. അച്ഛാ, രാത്രി എന്താ കഴിക്കാൻ വേണ്ടത്? രാത്രിയില് ഇലിമ്പിച്ച ശാതം മതി. അല്ലെങ്കിൽ വേണ്ട പുളിയോദര. അവക്ക് അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പഠിച്ചില്ലേ മോളെ? അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? മറന്നുപോയി അച്ഛാ. നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. മോളൊരു കാര്യം ചെയ്, തൈര് ശാതം മതി. നീ ചോറുണ്ടാക്കിക്കൂ. തൈരും കൂട്ടി കുഴച്ച് തൈര് ശാതമാക്കിക്കൊള്ളു. അങ്ങനെയല്ല ബാനു. അങ്ങനെ തന്നെയാണ് ബാനു. പ്രഭാകരനും പ്രകാശനും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിനെന്താ, ഇന്നത്തെ കാലത്ത് അരശിയൽ നല്ല ഏർപ്പാടാ. ഹലോ, ആരാ? അദ്ദേഹം ഇവിടെ ഇല്ല. സത്യമായിട്ട് ഇവിടെ ഇല്ല. സബ് ഇൻസ്പെക്ടർ ആനന്ദൻ സ്പീക്കിംഗ്. അധികകാലം ആനന്ദിക്കേണ്ടി വരില്ല. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ച് നീ കുറെ സൂചിച്ചില്ലടാ. നീ എന്ത് വിചാരിച്ചു ഞങ്ങൾ ഇനി അധികാരത്തിൽ വരില്ലെന്നോ? അല്ല സുഹൃത്തെ, ഞാൻ ഒന്നും പറയണ്ട. കഴുത. നിങ്ങളാരാ? നിന്റെ കാലൻ. ആരാ? കാലൻ. എന്റെ കാലൻ. ഇന്നലെ വിളിച്ച് ഇതുപോലെ തെറി പറഞ്ഞ് വേറൊരു ശബ്ദ. അതെ, അത് വേറെ കാലനായിരിക്കും. എന്റെ സ്റ്റേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് പുളിച്ച തെറി പറയുന്നുണ്ട്. എല്ലാം ആനന്ദേട്ടം വരുത്തി വെച്ചല്ലേ? എടി, സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? RDP-ക്കാര് പറഞ്ഞു, INSP-ക്കാരെ ഞാൻ തല്ലി. ഏതായാലും എന്റെ കാര്യം പോക്കാ. നമ്മളെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുമെന്നാ എന്റെ പേടി. കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ. ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ പിള്ളേരെ സ്കൂളിൽ അയക്കണ്ട. ഞാൻ പോട്ടെ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം. അയ്യോ, ഗുണ്ടകള് വരുന്നു. ഗുണ്ടകള്. എത്ര ഗുണ്ടകളുണ്ടല്ലേ? ഗുണ്ടകളല്ല, അച്ഛനാ. ഏതച്ഛൻ? എന്റെ അച്ഛൻ. നിന്റെ സ്വന്തം അച്ഛനോ? പിന്നെ അച്ഛനെ വാടകയ്ക്ക് കിട്ടുവോ? എന്തായാലും നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. നീ വലിയ ആളായിപ്പോയല്ലേ? അയ്യോ, അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു.
ഇവിടെ ആകപ്പാട് ഒരു മനസമാധാനം അല്ലഞ്ഞിട്ടാ അച്ഛൻ അങ്ങോട്ട് വരാഞ്ഞത്. എന്തു പറ്റി? ആനന്ദനല്ലേ അങ്ങോട്ട് ഓടിപ്പോയെ? അതെ, ഗുണ്ടകളെ പേടിച്ചിട്ടാ. ഗുണ്ടകളോ? അതെ, രാഷ്ട്രീയ ഗുണ്ടകൾ. അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ. അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് അവരിപ്പോ അധികാരം പ്രതികാരത്തിന് ഉപയോഗിക്കുക. ആഹാ, ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല ആനന്ദ. എന്ന് വെച്ചാ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനൊക്കെ പ്രകാശൻ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്ന കേട്ടല്ലോ. എന്ത് നേതാവ്? അല്ലാതെ ഒരു ഞാഞ്ഞൂട് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ. അതിന് അവനോടൊന്നും ഇവിടെ വരാൻ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയ്യോ, അവൻ സത്യപ്രതിജ്ഞ അടങ്ങി തിരുവനന്തപുരത്ത് പോയിരിക്കുക. ഒന്ന് മാറി അലമ്പുണ്ടാക്കല്ലേ തിരക്കുണ്ടാക്കല്ലേ. ഇറങ്ങി ഒന്നുകൂടി ലോറിയുടെ കാര്യം നമുക്ക് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം. ഹലോ KRP, എങ്ങനെയുണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്? സത്യം പറഞ്ഞ കലക്കി. വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഒന്ന് നടു നിവർത്തണം. 400 കിലോമീറ്റർ അങ്ങോട്ടും 400 കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡി. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി. ജയ് ഹിന്ദ്. കലക്കി മറിച്ചു. ഹോ, കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ്. ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ. പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം. കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി മറിഞ്ഞത്. അമ്മേ, സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ. CM ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരഘോഷമാണ്. പക്ഷെ എനിക്ക് മുൻവശത്തിന് ഇരിക്കാൻ സീറ്റ് കിട്ടിയോണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു. മുൻവശത്തോ? അതെ, മുൻവശത്ത്. ഏറ്റവും മുമ്പിൽ ഞങ്ങൾ 31 പേരായിരുന്നു. ഒരു വരിയിൽ 31 കസേരയാ. ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് 123 TV സ്ഥാപിച്ചിരുന്നു. പക്ഷെ TV അത്ര ക്ലിയർ അല്ലായിരുന്നു. മൊത്തത്തിലൊരു മങ്ങല്. ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട്. വിശന്നിട്ട് വയ്യമ്മേ, കാര്യമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വെക്കേ. അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇലക്ഷന് തോറ്റ് തുന്നമ്പാടി ഒരു സഖാവ്. മൂപ്പരെവിടെ? കാണാൻ കൊതിയാവുക. അതുകൊണ്ടാ. ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, ഇനി എന്ത് വഴക്ക്? ഒന്ന് നേരിൽ കാണുക, മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ അന്തരിച്ചതിനുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തുക, അത്രേ ഉള്ളൂ. പ്രകാശ, നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട. ഒന്നും അല്ലെങ്കിൽ നിന്റെ ചേട്ടനല്ലേടാ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കയറിയിട്ടേ ഇല്ല. നിന്നെ പേടിച്ചിട്ടാ. ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടുവന്ന് അച്ചു പറയണ കേട്ടു. ഓഹോ, എന്നാൽ എനിക്ക് സന്തോഷമായി. ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പരെ നേരിട്ട് കാണാൻ. അമ്മയ്ക്കറിയോ, ഈ ഇലക്ഷന്റെ ഇടയ്ക്ക് 9-ാം വാർഡിലിട്ട് എന്നെ തല്ലിക്കാൻ വരെ പ്ലാൻ ചെയ്ത ആളാ ചേട്ടൻ. ആര്? പ്രഭാകരനോ? അമ്മ എന്തറിഞ്ഞു? അതൊക്കെ പോട്ടെ. ആദ്യം സ്ട്രോങ് ആയിട്ട് ചായ ഞെടുത്തേ. കാലത്തെ പരിപാടികൾ നടക്കട്ടെ. നേരത്തിൽ വെള്ളം ചൂടാക്കിയടി. മേലാകെ അസല് വേദന. അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലൊരു ഒറ്റ ഇരിപ്പായിരുന്നേ. കാറിലോ? ലോറി പുറത്തല്ലേ? ഏയ്, ഞാനും മണ്ഡലം പ്രസിഡന്റ് കാറിലായിരുന്നല്ലേ. നോണ പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. പോയി വെള്ളം ചൂടാക്കടി. നേര് പറ, രാജ്ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ? നീ കുറെ കൂടുന്നുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ട് പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പാവം മുതലാളിമാർ. എല്ലാത്തിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ INS വിജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി മീശെടുത്ത് കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, മീശ എടുക്കൂ, എടുക്കണ മീശ എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ. ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ. സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും?
വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം. അച്ഛാ നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിനകത്തെ ഒറ്റ വലിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കൂ. INSP തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാമെന്ന് വീമ്പിളക്കിയവന്മാരൊക്കെ ഇന്നെവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നെ ആളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഓ അപ്പടിയാ? പിന്നല്ലാതെ. എന്നാലും പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു. നന്നായിരിക്കും. ഈ കഥ കിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് കയറി ചെന്നാലേ വളരെ നന്നായിരിക്കും. പ്രവേട്ടം വരുന്നുണ്ട്. എവിടെ? പിൻവശത്തോടെ വരുന്നേ. മുൻവശത്തൂടെ വരാൻ ധൈര്യം കാണില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിലുണ്ടല്ലോ. മോള് പോയി പ്ലേറ്റ് എടുത്തോണ്ട് വാ. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി? കരുവാ, ഒന്ന് ഊണ് കഴിക്ക. പ്രഭേ, ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ, നിന്നോടാ പറഞ്ഞത്. മാനു നീ എന്ന് വിളിക്കും, വന്ന് ഊണ് കഴിക്കാൻ പറ. ഇവൻ നാട്ടടക്കി ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല അച്ഛാ, ഞാനൊന്നും മിണ്ടുന്നില്ല. എടാ, 4 മാസം കഴിഞ്ഞ് കാണുകല്ലേ നീ നിന്റെ അച്ഛനെ. ഒരു വാക്കുപോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ? എണീറ്റ് വാ, അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ. അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. പ്രവേ, നിന്നോടാ പറഞ്ഞത്. വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. നടക്കടാ അങ്ങോട്ട്. എന്തോ നാടാ ഇത് നിങ്ങൾ തമ്മിൽ? ഇരുന്ന് ഊണ് കഴിക്ക. അച്ഛൻ എപ്പോ വന്നു? ഓ മഹാഭാഗ്യം, ഇപ്പോഴെങ്കിലും ഇതിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ. മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ. മോനെ, ഒരു തേർതലാകുമ്പോ എന്താന്ന് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട. അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ. ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF-കാർ നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF-കാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിനാ. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റനെ അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ചെന്തി? ഉച്ചരിച്ച് നോക്കാം. പ്രകാശ, നീ പോ. അച്ഛാ, നീ പോ. നീ പോളണ്ട്. ഊണ് കഴിക്ക.
വേണ്ട അച്ഛാ, ശരിയാവില്ല. ലോ പോയിന്റ് ആണ്. അച്ഛനോ? ഞാൻ വിചാരിച്ചു ഏതോ കുത്തക മുതലാളിയാണെന്ന് പേടിച്ചു പോയി. മുതലാളിമാരെ എന്തിനാ പേടിക്കുന്നത്? അവരെ മാത്രമാണ് അച്ഛാ പേടിക്കേണ്ടത്. വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതിസമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ. ഇങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം നിനക്ക് വേണോ പ്രഭേ? വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോവാത്തെ? കോടതി പോകാൻ വേണ്ടി അല്ല അച്ഛാ ഞാൻ വക്കീലായത്. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പൊ എല്ലാരും LLB എടുക്കണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് അച്ഛാ പറ്റിയ മാർഗം. കോടതി കേസ് ജയിക്കാനൊക്കെ നല്ല മിടുക്ക് വേണ്ടേ? നീ ലോ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അച്ഛാ. എന്ത് പ്രശ്നം? സമരത്തിന് പോണം, അടിപിടിക്ക് പോണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക. നമ്മളൊന്നും അറിയണ്ടല്ലോ, എല്ലാ അണികൾ ചെയ്തോളും. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയാണോ? അതായത് മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. അതാണല്ലോ. അത് മാറി. ലോകത്ത് എവിടെയെങ്കിലും ഫുഡിന് വേണ്ടിയോ ക്ലോത്തിങ്ങിന് വേണ്ടിയോ ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടന്നിട്ടുണ്ടോ? അതില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ. ഉട്ടോപ്യൻ യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. റിവിഷനിസ്റ്റുകൾ, പ്രോലറ്റേറിയറ്റ്സിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം. എന്താണ് ഒക്ടോബർ വിപ്ലവം? വാട്ട് ഈസ് ചൈനീസ് മതിൽ? പറയൂ. അച്ഛന് സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ. ഈ ഭരണം കയ്യിലുള്ളപ്പോഴേ പാർട്ടിയെ വളർത്താൻ പറ്റും. അല്ലാതെ ഭരണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പറയില്ല. പാർട്ടി വളർത്തലും അച്ചടക്കം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ ചെയ്യാ? അതാണ് പ്രശ്നം. പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അച്ചടക്കമൊക്കെ വേണമെന്നാണ്. പ്രസിഡന്റ്, ഈ ചൂട്ട് എന്താ ചെയ്യണ്ടേ? ചൂട്ട് നീ കുറേശ്ശെ തിന്നോ. കുത്തി കിടത്തടായി. ഒരു ചൂട്ട് എന്തെന്ന് അറിഞ്ഞുകൂടാത്തവനാണ് ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതായിരിക്കും KRPയുടെ അച്ഛൻ. അച്ഛന് മനസ്സിലായില്ലേ? KG പൊതുവാൾ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ്. എന്ത് ചോദ്യാണ്? അറിയാണ്ടിരിക്കോ? പ്രത്യേകിച്ച് മാനങ്കര മണ്ഡലത്തിൽ ഒരു വോട്ടർ. നമ്മുടെ പേരെന്താണ്? രാഘവൻ നായർ. മിസ്റ്റർ രാഘവൻ നായർ. ഈ പയ്യനുണ്ടല്ലോ KRP, മിടുക്കനാ. ഇവൻ വലിയവനാകും. ചൂട്ട് കത്തിക്കട്ടെ. ഞങ്ങള് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താണാവോ? INSPയുടെ ഭാരതയാത്രാ ഫണ്ടിനുള്ള പണപ്പിരിവ് ഉടൻ തുടങ്ങിയ. അത് സാരല്ല, 5000 10,000 എത്രയാണെന്ന് വെച്ചാൽ KRP ഏൽപ്പിച്ചാൽ മതി. അതല്ല ഞങ്ങൾ പറയാൻ വന്നേ. യശ്വന്ത് സഹായിച്ചാണല്ലോ ഭാരതയാത്രാ സംഘത്തിന്റെ നേതാവ്. ആരാ? കേട്ടിട്ടില്ലേ? INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് സഹായിജി. ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ? മിസ്റ്റർ നായർ, ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കൂ. കത്തിക്കട്ടെ. കൊണ്ടുപോടാ അവിടുന്ന്. അപ്പൊ മിസ്റ്റർ നായർ, അഭിവന്ദ്യനായ സഹായിജി ഈ മാനങ്കരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട്. അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ തന്നെ കൊടുക്കണമെന്ന് KRP ഭയങ്കരമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സഹായിജി ഈ വീട്ടിൽ നിന്ന് ഉണ്ണു. അച്ഛാ, അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ല സഹായിജി. അല്ല പിന്നെ സഹായിച്ച് ഇവിടുന്ന് ഉണ്ണണേ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ഞാനും ശ്രമിക്കാം. അപ്പൊ മറ്റേ KRP ഇനി ചൂട്ട് കത്തിക്കാവോ? നിന്റെ പണ്ടാറടിക്ക ചൂട്ട്. പ്രകാശ. എന്താ അച്ഛാ? അല്ല, നിന്റെ നേതാവ് വേറെന്തോ ഒരു പേരാണല്ലോ നിന്നെ വിളിച്ചത്. RSPയോ KSPയോ? അല്ലച്ചാ, KRP. പൊളിറ്റിക്കൽ സർക്കിളിൽ ഞാൻ പറയപ്പെടുന്നത് അങ്ങനെയാ. കോട്ടപ്പള്ളി രാഘവൻ നായർ പ്രകാശൻ, അതാണ് KRP. അയ്യേ, പ്രകാശ് എന്നുള്ള പേര് നല്ലതായിരുന്നില്ലേ? പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് 3 അക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് രാശിയ. ഇപ്പോ MGR, NTR, PKB, EMS, AKG എല്ലാം 3 അക്ഷരല്ലേ? ഞാൻ KRP 3 അക്ഷരം. ഓ, അതാണല്ലേ. പക്ഷെ മോൻ ഇത്ര വലിയ നേതാവൊക്കെ ആയിട്ടും നമ്മുടെ ആനന്ദനെ ഒന്ന് സഹായിക്കുന്നില്ലല്ലോ. ഏതാനന്ദൻ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ്, അല്ലാണ്ടാരാ? ഓ, അതാണോ? അച്ഛാ, അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലി ചതച്ചതാ. അച്ഛനറിയോ, ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി? അങ്ങയുടെ ഫ്രണ്ടിൽ തള്ളിയിരിക്കുന്ന 2 പല്ലച്ഛൻ ശ്രദ്ധിച്ചോ? അത് വെപ്പാ, അളിയന്റെ പണിയാ. ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയന് വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും. അച്ഛൻ വേറെ എന്തുകൊണ്ടും പറഞ്ഞോ? 6 മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ വീഴുന്നും പറഞ്ഞ് ചൊറിയും കുത്തിരി ആളിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. മൂപ്പരോട് പറ അളിയനെ രക്ഷിക്കാൻ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഒത്തിരി പണം ചെലവാക്കി പഠിപ്പിച്ചിട്ടും 2 ആള് ഒരു ജോലിക്കും പോകുന്നില്ലോ എന്നാ എന്റെ വിഷമം. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛന് മനസ്സിലായില്ലേ? മറ്റൊന്നും അച്ഛനിപ്പോ ആലോചിക്കണ്ട. സഹായിജിയുടെ ലഞ്ച് നമുക്ക് കലക്കണം.
അച്ഛാ അതോടെ KRP എന്നുള്ള പേര് നോർത്ത് ഇന്ത്യ വരെ ഫേമസ് ആവും. അവിടെയാ? പിന്നെ ഇതാ ബില്ല്. 360 രൂപയോ? അതെ, ഇപ്പൊ തരുന്നുണ്ടോ? ഏ? നേരം പോയി സാറേ, നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ. ആരാ മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്? അമ്മയാണച്ചാ. മാസം 360 രൂപയോ? അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച. ഞാൻ അയക്കുന്നത് ഇന്ന് ഇത്രയും രൂപ എങ്ങനെ ഭാനു പത്രത്തിന് കൊടുക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകത്തത്. അത് അച്ഛാ, ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. പാർട്ടി ഓഫീസിലെ പരിപ്പോടെയും ചായ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ. ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ്. കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ്. വിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉള്ളിയുടെ വില കുതിച്ചുയർന്നു. കൊച്ചി ആഗസ്റ്റ് 17. 3 മാസം മുൻപ് വരെ 40 കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് 70 രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം 8 ഇരട്ടിയായി വർദ്ധിച്ച് 540 രൂപയായിരിക്കുന്നു. പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ, ചീസ്, ചീപ്പ്, കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു. പൗഡർ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെയും വില കുറച്ചു. ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ. അച്ഛാ, ഇത് കണ്ടോ? ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നതെന്ന് കരുതിയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഇന്ന് സ്കൂൾ സമരം വല്ലതും ഉണ്ടോ പത്രത്തില്? ഇന്നൊന്നും കാണുന്നില്ല. പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട്. എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം. ഒരു ബസ് കണ്ടക്ടറും സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടെന്ന് കേട്ടു. ഇന്ന് സമരം ഇല്ലല്ലേ? കഷ്ടായിപ്പോയി. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. വരാനുള്ളത് വല്ല വിധേനയും വഴി തങ്ങുന്നു കരുതി. പക്ഷെ നടന്നില്ല. കാലിനെന്ത് പറ്റിയാണെന്താ? കാലിന് പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചയാ. ഷട്ടൂരിയാൽ ദേഹാസകലം നീലിച്ച പാടുകളാ. ദോഷം പറയരുതല്ലോ. വളരെ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത്. INSPയുടെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടാവുമെന്നും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല, എനിക്ക് നേരെ ഉണ്ടായി. എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ. ഏറ് തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ. അക്രമാസക്തമായി. എല്ലാ അക്രമവും എന്റെ നേരേക്കായിരുന്നു എന്ന് മാത്രം. ഞാനും വിട്ടുകൊടുത്തില്ല. സർവശക്തിയും സംഭരിച്ച് ഞാൻ ഓടി. ഒരു തോട്ടി ചാടി. തോട്ടിലൂടെ 7 കിലോമീറ്റർ ഒഴുകിച്ചെന്ന് ഒരു കരക്കടിഞ്ഞു. സന്തോഷമായല്ലോ. താനും തന്റെ പാർട്ടിപ്പെട്ട സകല ഡൂക്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി. ഒരളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ. 6 മാസത്തിനകം ഈ സർക്കാർ നിലംപതിക്കും. എനിക്കിനി മേലും കീഴ് നോക്കാനില്ല. പ്രമോഷൻ, CMന്റെ സെക്യൂരിറ്റി ചീഫ്, എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു. നേര് പറഞ്ഞാൽ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് സ്റ്റേഷൻ ചെന്നപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ഒരു ട്രാൻസ്ഫർ ഓർഡർ. കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക്. പറയാൻ എനിക്ക് അർഹതയില്ല. എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലേ ഞാൻ പോട്ടെ. ആനന്ദ, നീ ഇരിക്കാനൊന്നും നേരമില്ല അച്ഛാ. നാളെ ജോയിൻ ചെയ്യണം. ആനന്ദൻ മോനെ ലതയും കുഞ്ഞുങ്ങളും. അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. ആനന്ദ, നീ പോവാണോ? ആ. ചായ എടുക്കണ്ടേ? വേണ്ട വേണ്ട. അയ്യോ, നിന്റെ കാലിലെന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല. ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുക. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും.
സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറ ഇല്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്നൊരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. പരിപ്പോടെ എവിടെയോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടെ ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കാം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്. എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. സാർ വന്നേ. അതായത് എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണ് കെട്ടണത്രേ. പെണ്ണ് കിട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ അതിന് തടസ്സാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ട് തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തിൽ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് വരുന്നു. എന്നാ താങ്ക് യു. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാര് മിണ്ടരുത്, വക്കീലാണ്, കോടതി പോകും നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ? ഒന്നുമില്ല, ചില കോടതി കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം. ബൂർഷാസി കം സെലിബ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡിൽ സക്സലിയുടെ പുസ്തകം? അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലം ഇല്ലേ? അതൊക്കെയുണ്ട്. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവ ബീച്ച്. ഹവാ ബീച്ചോ? അതെന്ത് ബീച്ചാണ്? അതേതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. കോട്ടയം പുഷ്പനാഥനെയും മാത്യു മറ്റത്തിനെയും മോൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല.
എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. INSP ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോളകത്തേക്ക് വെക്കോ. അച്ഛൻ നേരം നീ വന്നേ. താനൊരു ഭ്രാന്തരെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. എന്നിട്ടേ പോവാം. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ എന്നാലും എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട. നിർത്തേ വണ്ടി കയറല്ലേ അവിടെ നിർത്തേ. അയ്യോ പോയി വണ്ടി നിർത്താൻ. എന്താ അയ്യോ എന്റെ ജീവൻ പോയില്ലേ. എന്താന്ന്? നിങ്ങൾ സ്റ്റേഷനിലേക്ക് വിട്ടു കാണുമെന്ന് വിചാരിച്ച് മരണ സ്പീഡിലാണ് എന്നെ ഓട്ടോ വിട്ടത്. എന്നെ കാസർഗോഡ് പാറശാലയ്ക്ക് സ്ഥലം മാറ്റി. എന്റെ ഈശ്വരാ, ഇത്രയും പെട്ടെന്ന് പിന്നെ ഒരു സ്ഥലം മാറ്റോ? അനുഭവിക്കണ്ടൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ. അയ്യോ ആനന്ദേട്ടാ, നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി കയറ്റി അങ്ങോട്ട് അയച്ചല്ലോ. എങ്ങോട്ട്? കാസർഗോട്ടേക്ക്. തൊലച്ചു. അതൊക്കെ പിന്നെ അയച്ചാ പോരായിരുന്നു. പിള്ളേരുടെ TC വാങ്ങണ്ടേ? അതെ, അവിടുന്ന് TC വാങ്ങണം, പാറശാലയിൽ സീറ്റ് ഒപ്പിക്കണം, താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അയ്യോ എനിക്ക് ഭ്രാന്തായി പോകും. ഈ രാഷ്ട്രീയക്കാർ എന്നിട്ട് ഫുട്ബോൾ കളിക്കുക. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ. ഈ തല പിടിച്ച നീ പോയിട്ട് കടത്തല വിട്ട് കടത്തല വിട്ട് എടുത്തോ, മെല്ലെ എടുത്തോ. ചേട്ടാ അങ്ങേറ്റത്ത് നോക്കില്ല, അങ്ങേറ്റത്ത്. എന്താ പ്രകാശം ഇത്? ഈ ഓല വിട്ട് എന്താ ഇത്? നായർക്ക് ഭാഗ്യം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വന്നോണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ. കമുക് വെട്ടി എന്തിനാ ചോദിച്ച? കൊലച്ച കമുകല്ലേ ഇത്? നിങ്ങൾ ഇതിനെ വെറും ഒരു കവുങ്ങായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ്. സംസ്ഥാന പ്ലീനത്തിന് INSPയുടെ വർണ്ണക്കൊടി വാരിപ്പറക്കാനുള്ള കൊടിമരം. ദേ താൻ പോയിട്ട് ആ തലശ്ശേരിക്ക്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കവുങ്ങിന്റെ യാത്ര. ഇത് കൊടിമര ജാഥ എന്ന് പറയും. അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസിൽ കൊണ്ടേക്കും. ഈ പവിത്രമായ കവുങ്ങ് നാഗരപറമ്പെന്ന് വെട്ടാൻ സാധിച്ച് ഒരു ഭാഗ്യമായി കരുതിക്കോളും. എത്ര വർഷം കൊണ്ടാ ഇത് വളർന്ന് ഇത്രയായത്? ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? അച്ഛാ, നമുക്ക് നഷ്ടപ്പെടുന്നത് വെറും ഒരു കവുങ്ങ, കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും. അതെ, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. കൈവിടലായിട്ട് കാലുമിലേക്ക് വീഴും. പോട്ടെ പോട്ടെ. എന്താ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ എന്ത് വിശേഷം പ്രകാശ. പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം എന്ന് പറഞ്ഞ ഒരേ കരച്ചില് അല്ലേ? ഉടനെ വന്നേക്കണം. അതിൽ ആർക്കും ക്ഷീണം പറ്റിയ ക്യാരക്ടർ പിടിക്കണ്ടേ? വിട്ടോ, ഞാൻ വന്നേക്കാം. ഇപ്പൊ സന്തോഷമായല്ലോ രണ്ടാൾക്കും. ഇനി ഓടിച്ചെന്ന് കൊച്ചുമാവനൊരു ഉമ്മ ഉമ്മയൊക്കെ പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. അവിടെ നിക്കന്റെ മോനെ, നിന്നെ ചേച്ചി കൊതിതീരെ ഒന്ന് കാണട്ടെ. അയ്യേ, നീ വല്ലാതങ്ങ് കറുത്തു പോയല്ലോ, ക്ഷീണിക്കുകയും ചെയ്തു. ദേ നോക്കിയേ, നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം. അമ്മ എന്താ നിനക്ക് ശരിക്കും ഭക്ഷണം ഒന്നും തരുന്നില്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം, എപ്പോ നോക്കിയാലും ഒരു സാമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല. നീ അങ്ങോട്ട് വാ, ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോറ് തരാം. അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി. അല്ല, ചേച്ചി കാസർഗോഡ് പോയില്ലേ? ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ. ആനന്ദേട്ടൻ കാസർഗോഡ് എന്ന് ചാർജ് എടുത്ത് 4 ദിവസം കഴിയണേന് മുമ്പേ ദേ പാറശാലയ്ക്ക് തട്ടി. ഓഹോ, കൂടെ കൊച്ചിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ. എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ആര്, ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി. എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യിക്കടാ. ചേച്ചി, അതൊന്നും ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ശ്രദ്ധിച്ചോ? മിസ്റ്റർ KG പൊതുവാഴ്ചയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ? അത് വെപ്പ ആനന്ദേട്ടൻ ഇടിച്ചു തെറിപ്പിച്ചറിയോ? അതൊക്കെ ആനന്ദേട്ടന് പറ്റി മനസ്സിലായി. പൊതുവാഴ്ചയെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ പറ. മാപ്പും കോപ്പും ഒക്കെ കൊറേ പറഞ്ഞു. ഇനിയും ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും. എടാ നീ ചേച്ചിയെ സഹായിക്കില്ലേ? നടക്കില്ലേ ചേച്ചി? നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. ഇതാണ് പ്രശ്നം. എന്ത്? കൊച്ചുമാമൻ ഉമ്മ മെലിഞ്ഞു പോയി, കറുത്തുപോയി, ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹപ്രകടനങ്ങളായിരുന്നു. അതേടാ, പ്രകടനം തന്നെയാ. കാര്യം കാണാൻ നിന്നെ പോലത്തെ കഴുതകളുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ. എന്നേക്കാ നല്ലൊരു കഴുതി അവിടെ ഉണ്ടല്ലോ. അളിയൻ ചെന്ന് പിടിക്കേ. ദേ ഇപ്പൊ ഞാൻ ഇനി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവർ പിടിച്ചടക്കി. ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും. പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ തിരികെ കയറ്റും. എന്താ പോലെ? അത് ചെയ്തേ പറ്റൂ സാർ. KG പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം.
ഈ നാൽക്കാലിനാരെയും നീന്തം പഠിപ്പിക്കണം. അതിന്റെ ആവശ്യമില്ല. അവനാ ഞാൻ അടുത്ത സ്ഥലം മാറ്റി ആനന്ദൻ. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ബോംബും തോക്കൊക്കെ ഇപ്പൊ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ, ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. എല്ലാവരും റൗണ്ടായിട്ട് അവരുടെ കയ്യിൽ കുഴപ്പമില്ല. ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ. എന്തു വേണം? എന്നെ രക്ഷിക്കണം. ഇതിനു മുമ്പ് 3 തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു. ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു. മന്ത്രിസഭ രൂപീകരിച്ച് അപ്പോഴും വന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫറാ. അതെ, കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. ഞങ്ങളുടെ പ്രവർത്തകൻ KRPയുടെ അളിയനായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെടിവെച്ചു വന്നില്ല. റാസ്കൽ. കണ്ണുകൊടും. സാറേ പൊന്നു സാറേ മറഞ്ഞോട്ട്. സാറേ ഞാൻ കാല് പിടിക്കാം. ഓർമ്മയുണ്ടോ, അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു. അന്ന് താൻ എന്നൊരു ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട്. കണ്ടോ, ഈ തട്ടിലെ മണ്ണിന് അമ്ലത്വം കൂടുതലാണ്. ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും. നൈട്രജൻ കുറവാ, യൂറിയം വേണ്ടി വരും. കണ്ട, ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന്. നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ്. ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ. ബാലരാമപുരത്തും കുറ്റ്യാടിയിലും ഞാൻ നോക്കാം. വിത്ത് തേങ്ങ അട്ടത്ത് വെച്ചിട്ടുണ്ടച്ചാ? അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ. പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും, അത് നട്ടാ മതി. ഒരാൾ കാലുതെറ്റി വീണ അതിലെന്തത്ര ചിരിക്കാനുള്ളത്? ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കൈ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. വരട്ടെ. അടിയെടുക്കുന്നു. എവിടെ? ഓ, മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മരിച്ച ചാത്തൂട്ടുകാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. സാറിന്റെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? അയാൾക്ക് പാർട്ടി വേണ്ട. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? നമ്മുടെ രക്തസാക്ഷി. INSP കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. RDPയുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. INSP കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ഓക്കെ സാർ, സംസാരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ. കൊടി വേണമെങ്കിൽ ആഫീസിൽ പോണം. മണ്ണാൻ കെട്ട, തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് പൊതിപ്പിച്ചോടെ? ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുവാ. സംഗതി ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ്. കുഴപ്പോ പിന്നെ സംഘടന വണ്ടി തിരിച്ചു വിടും. സംഘടനമല്ല, മരിച്ചത് അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് വളരെയേറെ ദോഷം ചെയ്യും. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ചെടുക്കുന്നോട് ചോദിക്കാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഡെഡ് ബോഡി RDPക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSP കാരനാണെന്ന് നമ്മൾ പറയുന്നു. KRP കാറിൽ ഒരു കറുപ്പ് കൊടി വാർത്തെ. അതിന് കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിലിട്ടുണ്ട് എടുക്കുക. KRP ആലോചിക്കാൻ ഇവിടെ സമയമല്ല. തൽക്കാലം ഇന്നലെ മേടിച്ചതാ. ഒരു അപകടം എടുത്തില്ല. പൈസ എനിക്ക് KRP ഒന്ന് ഉത്സാഹിക്ക്. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSPയുടെ വീരനായക, ഞങ്ങൾ ഇട്ടിലാച്ചിട്ട് അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടിയാർ INSPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു.
ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊടിക്കീഴിൽ അണിനിരുന്നു. ഇല്ലേ? എന്നോടാ പറഞ്ഞ മാറാൻ. ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ. ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങളെ ഡെഡ് ബോഡി തൊട്ടുപോല്. ഓടാ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ച ആളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദം ഞങ്ങളെ കൊല്ലാന്നല്ലേ? ഒരു INSP-ക്കാരെ ചോപ്പ് കൂടി വന്നിച്ച് നോക്കിക്കണം. ഒരു തൊട്ട ശവങ്ങൾ ഇനിയും വീഴും. വീഴട്ടെ, അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഞങ്ങളെ ഡെഡ് ബോഡി തൊട്ട് കൊന്നുകളയില്ലാത്ത ബോഡി ആംബുലൻസ് കെട്ട്. ഇൻസ്പെക്ടർ, വിലാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി, അത് മറക്കരുത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ്. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. ADP സിന്ദാബാദ്. ADP സിന്ദാബാദ്. ADP സിന്ദാബാദ്. ചലോ ചലോ ഹോസ്പിറ്റൽ. ചലോ ചലോ ഹോസ്പിറ്റൽ. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. RDP-ക്കാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന INSP-യുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. RDP-ക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആസ്പത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ INSP-യുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് INSP-യുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും. അതെ അതെ, മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു. എല്ലാ പത്രക്കാരും വിളിച്ച് INSP പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം. ബാക്കി ഞങ്ങൾ ഏറ്റു. പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം. എന്താ, എങ്ങനെ തിരക്കോ? എന്താണ് മന്ത്രി സാറേ, നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നതിലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ. ഇല്ല. പ്രതികളൊക്കെ ഒളിവിൽ പോയി. ഓക്കെ 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 സാർ. ഭാരത് മാതാ കി ജയ്. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെ ആ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവിൽ പോയാലും നമുക്കൊരു പ്രശ്നമില്ല. അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവിൽ പോയാലും RDP-ക്ക് ഒരു പുല്യം സംഭവിക്കാൻ പോകണം. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പൂടെയും ചായയും. വരൂ വരൂ വരൂ. ഈ പരിപ്പൂടെയും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമഴി തോന്നും. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ? പറഞ്ഞാലും ഗോപണിയുടെ ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ. അയ്യോ, ഇതിന് കോണിയൊന്നും വേണമെന്നില്ല. ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന്, ഞാൻ കേറിക്കോളാം. എന്താ ഇവിടെ ബഹളം? മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ? ആരോടോ താൻ? ഞാൻ തേങ്ങ. താൻ തേങ്ങയോ? കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ. അട്ടത്ത് കയറിയാണോ കൃഷി ചെയ്യുന്നത്? വിത്ത് തേങ്ങ സെലക്ട് ചെയ്യാമെന്ന് കരുതി. വേണ്ട വേണ്ട വേണ്ട, അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളാരാ? എന്റെ മൂത്ത മോനാ. പ്രബേട്ടൻ. ആള് നോർമൽ അല്ലാന്ന് തോന്നുന്നു. ഞാൻ അട്ടത്ത് കയറുന്നതിന് ഇയാക്കെന്താ? ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം. അതുകൊണ്ടാ തന്നോട് താഴോട്ട് വീടരുത്. പറഞ്ഞത്. അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ. എല്ലാ റൗഡിസത്തിനും നേതാവിന്റെ വീടാ. ആ ചാക്ക് കെട്ടിരിക്കുന്നില്ലേ, അതിനപ്പുറം. അയ്യോ, പോലീസ്! അയ്യോ, ഇതിനെ മോൾ കാണൂ. അയ്യോ, 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 നിക്കവിടെ. ഓടിക്കോ, ഓടിക്കോ. അവിടെ നിൽക്കാം.
ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചാഴി എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. ഇയാൾ അങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് പെട്ട് പിടിച്ചില്ലേ? ഇല്ല, ഓടി രക്ഷപ്പെട്ടു. താൻ എവിടുത്തെ എസ്ഐയാടോ? തന്നെ സ്ഥലം മാറ്റി നോക്കിയോ? സൂക്ഷിച്ച് സംസാരിക്കണം. ആരാ സാറേ അട്ടത്തുനിന്ന് ഇറങ്ങി ഓടിയത്? അറിയില്ല അല്ലേ? ഒരു കൊലക്കേസിലെ 1-ാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒട്ടങ്ങളി കളിക്കുന്നു റാസ്കൽ. രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ. അത് കഴിഞ്ഞു എന്ന് കരുതിയാ മതി. മിസ്റ്റർ നായർ, ഇവിടെ ഒന്ന് ഒപ്പിട്ടേ. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ? റാസ്കൽ എന്ന് വിളിക്കുന്നോ? ആ, വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു വർഷം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ? ആ, ഇതാരാ അച്ഛനോ? പിന്നെ അത് അമ്മയാണെന്ന് വിചാരിച്ചു. ഞാൻ ദാ സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയായിരുന്നു. എന്തിനാ എന്നെ ലോക്കപ്പിൽ നിന്ന് വിടരുതെന്ന് പറയാനോ? എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂ. ദാ, ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാനേ പാർട്ടി ഓഫീസിന് അകത്തിരുന്നോണ്ട് കംപ്ലീറ്റ് ചരട് വലിയായിരുന്നു. അറിയോ? അച്ഛനെ തുടരുത്, അച്ഛനെ ഇറക്കണം, ദാ പറഞ്ഞില്ലേ? അച്ഛൻ ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ചരട് വലി നടത്തിയത്. മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന്. അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ല അല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്. മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പിൽ കിടന്നല്ലോ. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തിയെ? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ. ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലിച്ചാൽ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീ അച്ഛന് മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല? അച്ഛാ, അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ ഇപ്പൊ മക്കളുടെ ചെതിയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ. മാധവേട്ടാ, കടവേ അടച്ചോ? എന്താ? ആ NSP കാര് പിരിവിനിറങ്ങിയിരിക്കുക. എന്റെ ഭഗവാനെ ചതിച്ചോ? 1000-ഉം 10,000-ഉം ഒക്കെ ചോദിക്കുന്നത്. കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും. ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ. അവരെവിടെ എത്തി? സെയിൽ ടാക്സ് കൊണ്ട് ഈ കട റെഡി ആയിരിക്കും. 500 രൂപയിൽ കൂടുതൽ എങ്ങനെയാ? 1000 രൂപ തികച്ചു തരാൻ പറ്റത്തില്ല. ഇതേ ഭാരതയാത്രയാ, അല്ലാതെ കണ്ട എരപ്പാളുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല. അതും യശ്വന്ത് സഹായുടെ ഭാരതയാത്ര. മര്യാദ കാശെടുക്കണോ? ഇത് റെസീറ്റ് എഴുതി. പകുതി എഴുതി. സാറിന് എഴുതണ്ട. ഇവൻ ലേശൊരു അഹങ്കാരിയാ. വാ, നമ്മൾ ഇങ്ങോട്ടൊരു വീ കടച്ചില്ലല്ലോ. അതെ, അതാ ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് അടച്ചോ? ശരി, കാണാം. വാ. അല്ല, ഈ ഓഫീസ് ടൈമിൽ വേണോ? പിന്നെ ഓഫീസ് അടച്ചിട്ട് 7 മണിക്കാ വരണ്ടേ? എടോ, നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. പോലും കുട്ടി, നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് പോയി ഗേറ്റിൽ നിന്നോ സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. എന്നാ പിന്നെ എങ്ങനെ അവിടെ ചെല്ല് ചെല്ല്. ആ KRP വരണം. ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയും. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ. അതിനുള്ള ഫണ്ട് പിരിവാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി പിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ പണം തരുന്നത്? പുതിയ ആളാന്ന് തോന്നുന്നു. അല്ല, പഴയ ആളാണ്. 10-30 കൊല്ലത്തെ പഴക്കം കാണും. ജനിച്ചിട്ട് അത്രയായി. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലം മാറ്റം വാങ്ങി കൊടുക്കണോ? സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾ കൊള്ളാം. നല്ല അസല് മണ്ണാണ് അവിടുത്തെ. ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യനോ അല്ലാതെ പിന്നെ മൃഗമാണോ? അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില്? ഇത്തരം യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം? അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും.
ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്, കൂലിപ്പണി ചെയ്താലും ജീവിക്കാം. പൊതുവാൾജി ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ? ചെന്ന് വിളിച്ചു പറ, നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന്. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. സംശയിക്കേണ്ട, ഞാൻ ഏറ്റു. പൊതുവാൾജി ഏറ്റിട്ടാ. അവന്റെ ഒരു യശ്വന്ത് സഹായി. മാറായിക്കളെ, ദയവേത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തേക്കോ. ഞാനും സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. പ്ലീസ് ഇറങ്ങി പോകൂ. പോകാൻ പ്ലീസ് പോ. ഒന്ന് മാറോ, നമ്മൾ എങ്ങനെ ആയാലോ? नारियल का पानी। എന്താ नारियल पानी ക്യാ ക്യാ? हमको पीने के लिए नारियल का पानी लावो। എന്താണ് മൂപ്പർ ചോദിക്കുന്നത്? മൂപ്പർ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളം അടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ये बुद्धू का आदमी नारियल पानी लावो ना। ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹെ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? क्या हाफ बोतल? ക്യാ ഫുൾ ബോട്ടൽ? അല്ലല്ലേ, അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങൾ ഇവിടെ കമ്പനി മാക്ഡോവലാ. शट अप इडियट, हमको नारियल पानी चाहिए। ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാലിന്റെ അർത്ഥം? नारी ने വെച്ചാ സ്ത്രീ എന്നാ. ദൈവമേ, ചതിച്ചു എന്നാ തോന്നണേ. സ്ത്രീ നഹി, സ്ത്രീ നഹി. राम राम ബ്രഹ്മ राम। ഇതൊന്നുമല്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? നാരിയൽ പാനി ഇളനീര് ഏ ഇളനീര് ഇളനീര്. നമ്മൾ ഇളനീരോ? ആ ഓ എന്റെ ഇഷ്ടം, എന്നാലും ഇത് ആദ്യം പറഞ്ഞൂടെ? ക്യാ ഇളനീർ ഹേ? അങ്ങനെ പറ. അപ്പളേ നിങ്ങൾ കുറച്ചാൾ പോയിട്ട് ഇളനീരിട്ടെ. ചെല്ലി ചെല്ലി. ഇത് എവിടേക്കാ കയറുന്നേ? ആളുകൾ കണ്ടൂടെ? ഓ ഞാൻ നോക്കിയില്ല. എന്ത് പണിയാച്ചത്? നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുക. ഗ്രഹനാഥനായോണ്ടാണല്ലോ ലോക്കപ്പ് കിടക്കേണ്ടി വന്നത്. ഇനി വയ്യ മോനെ. അണികൾ മുഴുവൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, KRP അച്ഛൻ എവിടെ, KRP അച്ഛൻ എവിടെയെന്ന്. KRP അച്ഛൻ ഇവിടെയെന്നങ്ങ് പറഞ്ഞ പോലെ. നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ്. അറിയോ? അയ്യോ, അത്ര ഭയങ്കരനാ. എന്നാ രാഘവട്ടം പോണം. ഞാനില്ല ആ ബഹളത്തിലേക്ക്. അച്ഛാ, അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ അച്ഛന്റെ കാല് വേണമെങ്കിൽ പിടിക്കാൻ എന്റെ കൂടെ വന്നേ പറ്റൂ. കാല് പിടിക്കാൻ രാഘവട്ടം എന്തായാലും പോണം. എന്റെ മോനെ, അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ പേടിച്ചിരിക്കുക. അച്ഛാ, ആ സംഭവം അല്ല ഈ സംഭവം. ഇതൊരു അഖിലേന്ത്യാ സംഭവമല്ലേ? വന്നാട്ടെ. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? അതെ. ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ. എന്നൊരു മാതിരി ഊതരുത്. വന്ന്. എല്ലാം കിട്ടിയില്ലേ? ഓ. ആ, അച്ഛൻ അച്ഛൻ വാന്ന്. ഒന്നോട് കൊടുക്കും. മുണ്ട് മുണ്ട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ, അതിനെന്താ? നായരെ, മൂപ്പരെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ. വേഗം വേഗം ആവട്ടെ. ഇളനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാല് പിടുത്തം തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. വലിയ ആളല്ല അച്ഛാ, കാല് തൊട്ട് വന്നിച്ചോളൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ല എന്ന് വരും. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒന്ന് മിണ്ടായിരിക്കും. കളയണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ये कौन है? कदर नहीं उसको। ये हमारा മറ്റേ പ്രകാശൻ കാ അച്ഛൻ. क्या प्रकाश? KR പ്രകാശൻ. क्या? ഈ ഹൗസിന്റെ ഉടമസ്ഥൻ, മുതിർന്നാൾ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം. ഈ ഹൗസിന്റെ പ്രസിഡന്റ്, പ്രസിഡന്റ് ഓഫ് ദി ഹൗസ്. അതെങ്ങനെ തോന്നുന്നു ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ? കണ്ണിൽ തന്നെ നോക്കണേ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മൈ ഫാദർ ജി. മൈ ഫാദർ. Who are you? क्या चाहिए? ചായ ചായ വേണോ? संपूर्ण चाचरदा बंदर का बच्चे. അല്ല, ഊണൊക്കെ റെഡിയല്ലേ? ഊണ് അപ്പുറത്ത്. നീ അപ്പുറം ചെല്ലു. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണായി പോയി. അണികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? കോട്ടപ്പള്ളിയാണല്ലോ നായരുടെ മൂത്ത മകൻ. എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക്
ഇത്രയും ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കുന്ന കാര്യം മൂത്ത മകനോട് വീട്ടുകാരെന്തോട് പറഞ്ഞില്ല? നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ. പലചരക്ക് കടയിൽ 1500 രൂപ, പച്ചക്കറി 500 രൂപ, മട്ടൻ 400 രൂപ, ഫിഷ് 425 രൂപ, പിന്നെ പാല് തൈര് എല്ലാം കൂടി 4200 രൂപ. പ്രകാശൻ തന്നെ ആണോടി ഇത് നിന്റെ കയ്യിൽ തന്നത്? പിന്നെ ആരമ്മേ? കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? മഹാനായ മോൻ ഉണ്ടാക്കിയ കടവല്ലേ, അച്ഛൻ കൊടുത്തോളൂ. ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരാണ്? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാരം കൊട്ടപ്പള്ളി. ഷടപ്പ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ, വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താടാ നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളിൽ നിന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ, അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടല്ലില്ല. പ്രഭേ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം. കാലത്ത് എവിടെ വെച്ചുണ്ട്? പുള്ളിക്കാരൻ നമ്മുടെ മാടത്തെ ചെറിയ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു. അപ്പോഴാ കണ്ടേ. ആനന്ദേട്ടൻ എന്റെ അനിയനെ കൊച്ചാക്കരുത് കേട്ടോ. സാധാരണ ഈ മുറിയിൽ ഞാനാ കിടക്കാറ്. ഇനി ഞങ്ങള് കിടക്കാന്ന് വിചാരിച്ചു. അതെന്തിനാ? ഇവിടെ വേറെ മുറിയില്ലേ? ആനന്ദേട്ടൻ ഈ മുറി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നല്ല മനോഹരമായ മുറി. ഞങ്ങൾ ഇനി കുറെ കാലം ഇവിടെ തന്നെ കാണും. അപ്പൊ നീ ചെല്ല് പ്രകാശ, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. ചെല്ല്. വല്ലതും കഴിച്ചു കിടക്കണം കേട്ടോ. പോ. എന്തിനാടി അവർ എന്റെ മുറി കയറ്റി കിടത്തത്? ആരും കിടത്തിയതല്ല. സംസ്ഥാനത്താണെങ്കിൽ ആകെ ആഭ്യന്തര കലകം. സ്വന്തം വീട്ടിൽ വന്നാലും സമാധാനം ഇല്ലെന്ന് വെച്ചാ കിടന്ന് ചിരിക്കാതെ ചായപ്പിൽ കിടക്കെടുത്തിരിക്കെ. അവിടെ ലത ചേച്ചിയുടെ കുട്ടികൾ കിടക്കുക, ബോബനും കവിതയും. പിന്നെ ഞാൻ ഏത് നരകത്തിൽ പോയി കിടക്കും? ഇനി ഇപ്പൊ ഡൈനിങ് ടേബിളേ ഉള്ളൂ, പിന്നെയുള്ളത് അടുക്കളയാ. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തകനാണ് ഞാൻ. 24 അവേഴ്സിനുള്ളിൽ ആരെ വേണമെങ്കിൽ പിടിച്ചകത്തിടാനുള്ള സ്വാധീനം KRPക്ക് പാർട്ടിയിലുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. എടി, ഒരു പോലീസുകാരനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്ക് ഈ വീട്ടിലില്ല. ഈ വീട്ടിലെന്നല്ല നാട്ടിലുമില്ല. ഓരോന്ന് കുറ്റിയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോരും. എടി, നിനക്കൊന്നും എന്റെ വില മനസ്സിലാവില്ല. എന്നെ കറിയണമെങ്കിലേ നാട്ടിലൊന്ന് ഇറങ്ങി ചോദ്യം. KRP എന്ന് പറഞ്ഞാൽ ഞെട്ടും. എനിക്കൊക്കെ തിരുവനന്തപുരത്തേക്ക് ഒറ്റ കോള മതി. നിനക്കറിയാമത്? അളിയെ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല. ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. ആ, എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ? സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ, അത് ഭയങ്കരം തന്നെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. എന്നെ സസ്പെൻഡ് ചെയ്തു. അളിയന്റെ പെങ്ങളും കുട്ടികളും വഴിയാധാരായി. വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഡിസ്മിസിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓഹോ, INSP പ്രതികാരം ചെയ്യുകയാണ്. അളിയൻ ഭയപ്പെടണ്ട. RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഇല്ല, ഞങ്ങളുടെ കൂടെ നിന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കുറെ കാലമായി ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ, മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ, ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ച് നിന്റെ അസ്ഥിയിൽ ഓടിക്കും. ബ്ലഡി ഫൂൾ. ഇത് INSPക്കാരന്റെ കുപ്പായായിരിക്കുമല്ലേ? എനിക്കിത് നന്നായി ചേരുമെന്ന് തോന്നണല്ലോ മോളെ. പ്രകാശേട്ടൻ ഇപ്പൊ പുറത്തു പോണെന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് ഞാൻ എടുത്തൊന്ന് പറഞ്ഞാ മതിന്നേ. മറ്റുള്ളതൊക്കെ മുഷിഞ്ഞിരിക്കാ. ആഹാ, മുഷിഞ്ഞോട്ടെ. എന്നെങ്ങും പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ, അടിച്ചു നിന്നെ ഞാൻ. എല്ലാം തേച്ചു വെച്ചോടി. പ്രകാശേട്ടന്റെ മുണ്ട് ഷർട്ടും ആനന്ദേട്ടൻ എടുത്തോണ്ട് പോയി. ആനന്ദേട്ടൻ കൊണ്ടുപോയി. ബാക്കിയെല്ലാം മുഷിഞ്ഞിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നെ തിന്നാൻ വന്നു. ഓഹോ, ഈ മനുഷ്യനോട് കുഴപ്പമുണ്ടാക്കുന്ന തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. പ്രകാശേട്ടൻ കുഴപ്പത്തിനൊന്നും പോണ്ട. നീ പറയുന്നേ, അവരെ കളി അവസാനിപ്പിച്ചിരുന്നു.
എനിക്ക് പുറത്തു പോകണം. അളിനെ ഉടുപ്പിഞ്ഞൊരുക്കി. എങ്ങനെയുണ്ട് അളിയാ? എനിക്കിത് നന്നായി ചേരുന്നില്ലേ? കളിക്കല്ലേ ഉടുപ്പിഞ്ഞ് തരാൻ. ഞാൻ തരില്ല. എനിക്ക് നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. എന്നെ നിന്റെ പാർട്ടി ചേർക്കളിയാ. INSP അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല. അതപ്പതിക്കുന്ന കാലത്ത് ഞാൻ അളിയെ അറിയിക്കാം. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ പാർട്ടി ചേരണം, ഇന്ന് തന്നെ ചേരണം. പാർട്ടി ചെയ്തേ തൂങ്ങിച്ചാവ് എന്ത് പണ്ടാളം പറഞ്ഞാക്കോ. ആ ഷർട്ട് ചോദിക്കേ. എടുക്കളിയാ. നേരമായി ഞാൻ ക്ഷമിക്കുന്നു. എന്റെ വീട്ടിൽ കയറി എണ്ണത്തിന് പെങ്ങളെ കെട്ടിയവരാന്ന് ഓർക്കില്ല. എന്നെ മക്കളെ എല്ലാരും നീ കൊന്നു. കാണുന്നേട്ടാ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. നന്ദിയില്ലാത്ത വർഗങ്ങളാ. ഈശ്വരൻ ചോദിച്ചില്ല. നമ്മുടെ കണ്ണുകൾ ദൈവം കാണും. ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാ കടകളും തുറക്കും. നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും. എന്ത് പിണ്ണാക്ക് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? പിണ്ണാക്കും മിസ്റ്റർ കോട്ടപ്പള്ളി, അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ്. അതൊരു ഭക്ഷ്യവസ്തുവാണ്, പശുക്കൾ കഴിക്കുന്നത്. പക്ഷെ സന്ദർഭം അൺപാർലമെന്ററി ആണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് പിള്ള സാർ പറഞ്ഞില്ല. ഛത്രപതി ശിവജിയുടെ രീതി, ചെമ്പടയുടെ രീതി, ഫെഡറൽ കാസ്ട്രോയുടെ രീതി. നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങളുണ്ടല്ലോ. ഗറില്ല വാർഫെയർ, ഒളിയുദ്ധം. അതിനൊക്കെ ആയുധം എവിടെ? വല്ലഭന് പുല്ലുമായുധം. വല്ലവന്റെ കാര്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ. അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും. അതിന് ടൗണിൽ എവിടെയാ ഒളിത്താവളങ്ങള്? അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ, പിന്നെ ആ അരയാൽ മരം. രാത്രി 12 മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം. നനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക്. സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റ കടകളും തുറക്കുകയില്ല. പോലീസ് പിടിച്ചാൽ പിടികൊടുക്കണം. കൈ നനയാതെ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല. വരൂ, നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം. എനിക്കിത് നടക്കുമെന്നുള്ള കോട്ടപ്പള്ളി, ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ. കം ഓൺ. അയ്യോ, എന്താ? നമ്മൾ സംസാരിക്കുന്ന ഇവന്മാര് കേട്ട് കാണും. കേട്ട് കാണൂ. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ. വരൂ. ഈ തെണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെപ്പോ വീട്ടിനകത്ത് കയറി പറ്റി? അപ്പൊ തനിക്കൊന്ന് കയറി പരിശോധിച്ചുകൂടായിരുന്നു? എനിക്കറിയൂ. പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ പതുക്കിയാ കേട്ടാൻ വഴിയില്ല.